بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരിക്കൽ ഒരു വ്യക്തി കടന്നു വന്നുകൊണ്ട് എനിക്ക് ദീനുൽ ഇസ്ലാമിൽ ഒരു കാര്യം പറഞ്ഞു തരണം, ആ കാര്യം അതിനേക്കാൾ പൂർണ്ണമായ, അതിനേക്കാൾ മറ്റൊരാളോട് ചോദിക്കേണ്ടതില്ലാത്ത ഏറ്റവും വ്യക്തമായ രൂപത്തിലുള്ളൊരു കാര്യം എനിക്ക് ദീനുൽ ഇസ്ലാമിലെ അങ്ങ് എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിക്ക് മറുപടിയായി നൽകിയത് ഖുൽ ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖിം, നീ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക, പിന്നെ അതിൽ നീ ഉറച്ചു നിൽക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ബാധ്യതയാക്കി നിശ്ചയിച്ചു തന്നത് ഈ ദുനിയാവിൽ ഈ ഒരു ആദർശം, ശരിയായ വിശ്വാസം, അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന മാർഗം, ആ മാർഗത്തിലായിക്കൊണ്ട് ജീവിക്കുക എന്നതിലുപരി ആ മാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ആ ഒരു മാർഗത്തിലായിക്കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും എപ്പോൾ റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഈ ഒരു ലക്ഷ്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുത് എന്നാണ്. നമ്മൾക്ക് ശരിയായ ഇസ്ലാമിലായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രൂപത്തിലായിക്കൊണ്ട് ജീവിക്കുക എന്നതിലുപരി ആ ഒരു അവസ്ഥയിൽ തന്നെ മരണപ്പെടണം. എന്നുവെച്ചാൽ മരിക്കുന്നതുവരെ അവരെ ആ ആദർശത്തിൽ തന്നെ കലർപ്പ് വരാതെ, വഴി തെറ്റാതെ, വലത്തോട്ടും ഇടത്തോട്ടും തിരിയാതെ, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, തൃപ്തിപ്പെടുന്ന രൂപത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കണം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധം. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല 5 നേരം നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് ഓരോ മുസ്ലിമിനും. ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 17 തവണ അവന് ഓരോ ദിവസവും സൂറത്തുൽ ഫാത്തിഹ ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന നിർബന്ധം. ഫാത്തിഹ ഇല്ലാത്ത നിസ്കാരം ശരിയാവുകയില്ല. ഈ ഫാത്തിഹ എന്ന് പറയുന്നത് ഈ സൂറത്ത്, ആ സൂറത്തിന്റെ നിങ്ങൾ അർത്ഥം വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തഫ്സീർ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ ചുരുക്കം, അതിന്റെ ആകത്തുക എന്നുള്ളത് അതൊരു പ്രാർത്ഥന. സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് അതൊരു പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്ക് ആമുഖമായി നമ്മൾ പല കാര്യങ്ങളും റബ്ബിനെ സംബന്ധിച്ച് പുകഴ്ത്തി, അവനെപ്പറ്റി ആവർത്തിച്ച് പറഞ്ഞു, അവന്റെ പല വിശേഷങ്ങൾ എടുത്തു പറഞ്ഞു. ഇതൊക്കെ എടുത്തു പറഞ്ഞ് എന്തിനാണെന്നറിയോ? ഈ പ്രാർത്ഥന സ്വീകരിക്കുന്ന എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ ചില കാര്യങ്ങൾ നമ്മൾ ഏറ്റുപറയാണ്. റബ്ബേ, ഞാൻ ഇങ്ങനെ എന്റെ എല്ലാ കാര്യങ്ങളും നിന്നോടെ ചോദിക്കുകയുള്ളൂ, എന്റെ എല്ലാ ഇബാദത്തും നിനക്ക് മാത്രമേ നൽകുകയുള്ളൂ. ഇതൊക്കെ ഏറ്റുപറയുന്നത് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന എന്താണെന്നറിയോ? നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പ്രാർത്ഥന. ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ആവശ്യമുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ള പ്രാർത്ഥന നിങ്ങളൊന്ന് ആലോചിച്ചു. നമ്മൾ സാധാരണഗതിയിൽ അതിന്റെ അർത്ഥം എങ്ങനെ കേട്ടിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വായിച്ചിട്ടുള്ളത് എങ്ങനെയാ? സിറാത്തൽ മുസ്തഖീമിലേക്ക് വഴി ചേർക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരാൾ സിറാത്തൽ മുസ്തഖീമിലേക്ക് എത്തിയിട്ടില്ല, എത്താത്ത ഒരാളെ സിറാത്തൽ മുസ്തഖീമിലേക്ക് വഴിയിലേക്ക് എത്തിക്കണേ എന്നുള്ള അർത്ഥമേ നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളൂ. ശരിക്കും ഇഹ്ദിന എന്നുള്ള വാക്കിൽ അല്ലെങ്കിൽ ആ ഒരു ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ ഒരു അർത്ഥം മാത്രമല്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ള ആയത്ത് കൊണ്ട്, ആ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്
അതിൽ ആ വഴിയിൽ പ്രവേശിക്കാത്തവർക്ക് ആ വഴി കാണിച്ചു കൊടുക്കുക മാത്രമല്ല, ആ വഴിയിൽ പ്രവേശിച്ചവർക്ക് അതിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള പ്രാർത്ഥനയും ആ തേട്ടം എന്തിൽ വരുന്നുണ്ട്? ഈ ആയത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിച്ച ആളുകൾക്കും ഈ പ്രാർത്ഥന നിർബന്ധമാക്കിയത്. അതുകൊണ്ടാണ് എപ്പോഴെങ്കിലും ഏതെങ്കിലും വ്യക്തി അവൻ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ എത്തിയതിനു ശേഷം അവൻ സൂറത്തുൽ ഫാത്തിഹ ചൊല്ലേണ്ടതില്ല എന്നുള്ളൊരു അവസ്ഥ ദീനുൽ ഇസ്ലാമിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം മരിക്കുന്നത് വരേക്കും റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് മുകളിലേക്ക് കയറിപ്പോകുന്നത് വരേക്കും ഈ പ്രാർത്ഥനയ്ക്ക് അവൻ ആവശ്യക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം അതിന് വ്യക്തമായ തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും അധികം അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകൾ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ കൽബിനെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടയ്ക്കിടെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥനയിലേക്ക് എത്രയധികം ആവശ്യക്കാരാണ് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ, കാരണം ഓരോ കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടം കഴിഞ്ഞ് പിന്നെ അടുത്ത കാലഘട്ടം വരുമ്പോൾ ആദ്യത്തതിനേക്കാൾ മോശം കാലഘട്ടമായിരിക്കും പിന്നീട് വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ കാലഘട്ടം മോശമായി കൊണ്ടേയിരിക്കാം. ഈ മോശപ്പെട്ട കാലഘട്ടത്തിൽ നമ്മളെ ഈ സിറാത്തുൽ മുസ്തഖീമിൽ തെറ്റിക്കാൻ ഒരുപാട് ആളുകൾ ഒരുപാട് തരത്തിലുള്ള പരിശ്രമങ്ങൾ ഒരുപാട് രീതികളിൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ വഴിയിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ കൃത്യമായി ഒരുങ്ങി തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലാതെ പറ്റൂല. എങ്ങനെയെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കറങ്ങിത്തിരിഞ്ഞ് ഈ വഴിയിൽ എത്തിപ്പെടാൻ സാധിക്കും. പക്ഷെ മരിക്കുന്നതുവരെ ഈ പ്രേരണകളും പ്രലോഭനങ്ങളും തെറ്റിദ്ധരിപ്പിക്കലുകളും ഇതൊക്കെ കേട്ടിട്ടും ഈ വഴിയിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും ഒന്നും സാധിക്കൂല. അതിനുള്ള തയ്യാറെടുപ്പുകൾ വേണം. പല കാര്യങ്ങളും പഠിക്കേണ്ടി വരും, പല കാര്യങ്ങളും ചോദിച്ചറിയേണ്ടി വരും, പല കാര്യങ്ങളിലുള്ള ആശയക്കുഴപ്പങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് നീക്കം ചെയ്യേണ്ടി വരും, ചോദിച്ചറിയേണ്ടി വരും. ഇങ്ങനെയൊന്നും ചെയ്യാതെ അതിനുള്ള പ്രതിരോധങ്ങളും തയ്യാറെടുപ്പുകളും നടത്താതെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഈ വഴിയിൽ മരിക്കുന്നവരെ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്ന കരുതണ്ട. നമ്മുടെ ഭാഗത്ത് പരിശ്രമമാണ്. അതിനുള്ള ഏറ്റവും ചെറിയ വഴികളാണെന്ത്? ഈ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കലൊക്കെ അതിലുള്ള ഏറ്റവും ചെറിയ സബബുകൾ സ്വീകരിക്കാന്നുള്ളത് മാത്രമാണ്. എല്ലാം റബ്ബിന്റെ കൈകളിലാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല കൈകളിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നില്ലേ, എല്ലാ കൽബുകളും ഹൃദയങ്ങൾ അള്ളാഹുവിന് 2 വിരലുകൾക്കിടയിലാണ്. എന്നുവെച്ചാൽ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ എന്ത് ചെയ്യും? അതിനെ മാറ്റിമറിക്കും. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് അവസാന കാലഘട്ടത്തിൽ ചില അവസ്ഥകൾ വരുമ്പോൾ, ചില സാഹചര്യങ്ങൾ വരുമ്പോൾ രാവിലെ മുഅ്മിനാവൻ രാത്രി കാഫറാവും, രാത്രി മുഅ്മിനാവൻ രാവിലെ കാഫറാവും. അത്ര പെട്ടെന്ന് മാറി. കൽബിന് കൽബ് എന്നുള്ള പേര് അറബിയിൽ കലബ എന്ന് പറഞ്ഞാൽ മാറി മറിഞ്ഞു എന്നർത്ഥം. കൽബിന് കൽബ് എന്നുള്ള പേര് വരാൻ തന്നെ കാരണം അത് മാറി മറിഞ്ഞു, ഒരു എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രത്യേക അവസ്ഥയിൽ അത് തുടരാത്തൊരു കാര്യമാണ് കൽബ് എന്നുള്ളത്. ഇങ്ങനെ മാറി മറിഞ്ഞു കൊണ്ടിരിക്കുന്ന കൽബിൽ നമ്മുടെ വിശ്വാസവും അതുപോലെ തന്നെ ദീനിന്റെ ആദർശങ്ങളും മാറാതെ പിടിച്ചു നിർത്താന്ന് പറഞ്ഞാൽ അത് ഇത്തിരി പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അത് റബ്ബ് എളുപ്പമാക്കിയവർക്കല്ലാതെ അത് എളുപ്പമാവൂല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ വിഷയത്തിൽ റബ്ബ് സുബ്ഹാനഹു ചില കാര്യങ്ങൾ നമ്മൾക്ക് ഈ വിഷയത്തിൽ പ്രതിരോധമായിക്കൊണ്ട് തയ്യാറെടുപ്പുകളായിക്കൊണ്ട് നമ്മളോട് പലതും സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ബാക്കി റബ്ബിലേക്ക് ആ വിഷയം ബരമേൽപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ റബ്ബ് അത് എന്ത് ചെയ്യും? നോക്കിക്കോളും. പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള, നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള പല വിഷയങ്ങളുണ്ട്. അതിലേറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളാണ് പഠിക്കാമെന്നത്. ഇൽമു പഠിക്കാം, ദീൻ പഠിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ വിഷയം എന്താ? സലഫിയത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗങ്ങൾ, അതിനുള്ള നമ്മൾ സ്വീകരിക്കേണ്ട അടിസ്ഥാന വിഷയങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പൊ എന്താണ് സലഫിയത്ത്? അതിൽ നിന്ന് തുടങ്ങാം അല്ലെ? പല ആളുകളും നമ്മുടെ നാട്ടിലൊക്കെ പറയാ, സാധാരണക്കാരെന്താ പറയാ,
ഹനഫി മദ്ഹബുണ്ട്, ഷാഫി മദ്ഹബുണ്ട്, മാലിക്കി മദ്ഹബുണ്ട്, ഹംബലി മദ്ഹബ്. ഇപ്പൊ ദാബന്മാർ പുതിയൊരു മദ്ഹബ്, സലഫി മദ്ഹബ്, അഞ്ചാമത്തെ മദ്ഹബ് എന്നുള്ള നിലയ്ക്ക് പറയാം. ശരിക്കും ഇതൊരു മദ്ഹബല്ല. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പണ്ഡിതന്റെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയുടെയോ ഒന്നും പേരല്ല. സലഫിയത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ദീനുൽ ഇസ്ലാമിന്റെ കലർപ്പില്ലാത്ത രൂപം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. വേറൊരു അർത്ഥവും അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല, നമ്മൾ പഠിപ്പിക്കുന്നില്ല, ആളുകളെ പറഞ്ഞു കൊടുക്കുന്നില്ല. അത് നമുക്ക് വ്യക്തമാകാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്തിന്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നമുക്കെല്ലാവരിലേക്കുമായി റസൂലായി അയക്കുമ്പോൾ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര ദീന് കൊണ്ട് അയച്ചത്? 2 ഉണ്ടോ 3 ഉണ്ടോ 4 ഉണ്ടോ? ഇല്ല, ഒരൊറ്റ ദീൻ കൊണ്ടയച്ചു. ഇതിലാർക്കെങ്കിലും സംശയമുണ്ടോ? 2 ദീന് കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു എന്ന് ആർക്കെങ്കിലും വാദമുണ്ടോ? ആരെങ്കിലും കരുതുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല, ഒരൊറ്റ ദീൻ കൊണ്ടല്ല അയച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ദീൻ ഒന്നാണ്. സ്വഹാബത്ത് മനസ്സിലാക്കി നടപ്പിൽ വരുത്തിയ ദീനും ഒന്നെന്നെയാണ്. ഈ ഒരവസ്ഥ, ആ ഒരു ദീനുണ്ടല്ലോ, ആ ഒരു ദീനിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സലഫിയത്ത് എന്നുള്ളത്. അതിന് ഇസ്ലാം എന്ന് വിളിച്ചാൽ മതി പോരെ, ശരിക്കും അത് മതിയായിരുന്നു. പക്ഷെ എന്താ നമ്മൾ ഇസ്ലാം എന്ന് വിളിക്കാത്ത? എന്താ? എല്ലാവരും പറയുന്ന എന്താ? ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങളാണ് ശരിയായ ഇസ്ലാമിന്റെ ആളുകൾ, ഞങ്ങളാണ് എന്നെല്ലാവരും വാദിക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരുടെ ഇസ്ലാമിൽ നിന്നും ശരിയായ ഇസ്ലാമിനെ വേറിട്ട് നിർത്താൻ ഒരു പേര്, അത്രയും അതുകൊണ്ട് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ? സലഫിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതല്ലാതെ ഇതെന്തെങ്കിലും ഒരു കക്ഷിത്വത്തിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വേർതിരിവിന്റെയോ ചേരിതിരിവിന്റെയോ ഒന്നും പേരല്ല സലഫിയത്ത് എന്നുള്ളത്. സലഫിയത്ത് കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ ഏതൊരു അവസ്ഥയിൽ ഏതൊരു ദീനിലായിക്കൊണ്ടാണോ അവരെ വിട്ടേച്ചു പോയത്, അതേ ദീന്, മാറ്റം വരാത്ത കലർപ്പില്ലാത്ത ദീൻ, ആ ദീനിനാണ് സലഫിയത്ത് എന്ന് പറയുന്നത്. ഒന്നാലോചിച്ച്, സലഫിയത്ത് എന്ന് പറഞ്ഞാൽ സലഫുകളുടെ ദീൻ എന്നർത്ഥം, സലഫുകളുടെ ആദർശം. സലഫ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതിനാണ് സലഫ എന്ന് പറയാം. കഴിഞ്ഞുപോയ നമ്മുടെ മുൻഗാമികളായ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞുപോയ എല്ലാ ആളുകളെയല്ല, നമ്മൾക്ക് മാതൃകകളായി നിശ്ചയിച്ചു തന്ന മുൻഗാമികൾ. നമ്മൾക്ക് മാതൃകകളായി നിശ്ചയിച്ച മുൻഗാമികളാരാ? നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ മിക്ക മുസ്ലിമുകളും ചോദിച്ചു നോക്കിയാൽ നമ്മൾക്ക് ഈ ദീനിൽ മാതൃകൾ ആരാണ് ചോദിച്ചു നോക്കിയാൽ അവരെന്താ പറയാ? എല്ലാവരും പറയുന്ന ഒരു കാര്യം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടെ സ്റ്റോപ്പ് ആയില്ല, കഴിഞ്ഞില്ല. നമ്മൾക്ക് ഈ ദീനിൽ മാതൃകകൾ എന്ന് പറയുന്നത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ്, ശരിയാണ്. പക്ഷെ അത് മാത്രല്ല, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കിയാൽ എന്തുകൊണ്ടാണ് സലഫിയത്ത് അല്ലെങ്കിൽ നമ്മൾ സലഫുകളിലേക്ക് ചേർത്തി പറയുന്നത് എന്നും മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു ഹദീസ്. സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ. ജൂതന്മാർ 71 വിഭാഗങ്ങളായി പിരിഞ്ഞിട്ടുണ്ട്. വഫ്തറഖത്തിൻ നസാറ അലാ 72 ഫിർഖ. നസാറാക്കൾ 72 വിഭാഗങ്ങളായി പിരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മത്തു അലാ 73 ഫിർഖ. എന്റെ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിരിയും എന്ന് പറഞ്ഞാൽ അപ്പൊ പിരിഞ്ഞിട്ടില്ല. അപ്പൊ എത്ര വിഭാഗമുണ്ട്? ഒരൊറ്റ വിഭാഗമുള്ളൂ. ആ ഒരു വിഭാഗത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത് 73 പിരിയും. എന്നിട്ട് 73 പറ്റി നമ്മുടെ നാട്ടിലൊരു ധാരണ എന്താ? മുസ്ലിം ആയ പിന്നെ ഒരു കുഴപ്പമില്ല, മുസ്ലിം പേരുണ്ടായാൽ മതി, ഐഡന്റിറ്റിയിൽ ഇസ്ലാം ആണെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല, പിന്നെ മരിക്കാൻ കാത്തു നിൽക്കുന്ന പോലെ പലരുടെ ധാരണ, മരിച്ച ഉടനെ സ്വർഗത്ത് പോകുന്ന പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 73 പറ്റിയും പറഞ്ഞു, കുല്ലുഹാ ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണെന്നവർ. എല്ലാവരും നരകത്തിലാണെന്നവർ, സ്വർഗത്തിലാണെന്നല്ലവർ. ഇല്ല വാഹിദ, ഒരു വിഭാഗം ഒഴികെ. ഒരു വിഭാഗം ഒഴികെ എന്നുവെച്ചാൽ ആ എല്ലാ മുസ്ലിമീങ്ങളും ഈ വിഭാഗത്തിൽ പെടാത്ത എല്ലാവരും കാലാകാലം നരകത്തിലാണെന്നല്ല പറയും അതിന്റെ അർത്ഥം.
മറിച്ച് അവരിൽ ശരിയായ ഈമാനുള്ള കലർപ്പില്ലാത്ത തൗഹീദുള്ള ആളുകളൊക്കെ സ്വർഗത്തിൽ കയറും. പക്ഷേ അവരൊക്കെ നരകത്തിൽ പ്രവേശിക്കാൻ അർഹരായിത്തീരും. അർഹരായിത്തീരുന്ന് പറഞ്ഞാൽ അവർ നരകത്തിൽ അള്ളാഹ് ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും, അത് വേറെ വിഷയം. പക്ഷെ അവർ നരകത്തിൽ പ്രവേശിക്കാൻ അർഹരായിത്തീരും. എന്ത് കാരണത്താൽ? ഈ പറയാൻ പോകുന്ന ക്വാളിറ്റി അവർക്ക് ഇല്ലാത്ത കാരണത്താൽ. എന്ത് ക്വാളിറ്റിനെ വിശ്വാസം പറഞ്ഞത്? ഒരു നാട് പറഞ്ഞില്ല, ആ നാട്ടുകാരായിരിക്കണമെന്നോ ഇന്ന ജാതിക്കാരായിരിക്കണമെന്നോ ഇന്ന ഭാഷ സംസാരിക്കുന്നവരായിരിക്കണമെന്നോ അല്ലെങ്കിൽ വെളുത്തവരായിരിക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒറ്റ കാര്യം, മാന അലൈഹിൽ യൗമ വസ്ഹാബി. മാന അലൈഹിൽ യൗമ വസ്ഹാബി. എന്തതിന്റെ അർത്ഥം? ഇന്നേ ദിവസം എന്ന് വെച്ചാൽ പറയുന്ന ദിവസം ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലായിരുന്നു, ആ മാർഗത്തിൽ ആരൊക്കെയുണ്ടോ അവരെന്തില്ല, അവരാരും നരകത്തിൽ പ്രവേശിക്കുക. എന്നുവെച്ചാൽ അവർക്കൊന്നും നരകത്തിൽ പ്രവേശിക്കേണ്ട അവസ്ഥ വരില്ല. അവരെ എന്ത് ചെയ്യുള്ളൂ? നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് ഏതെങ്കിലും നമ്മളാരെങ്കിലും ഞാനോ വേറെ ഏതെങ്കിലും ആൾക്കാർ പറയുന്നതല്ല, സലഫി പണ്ഡിതന്മാരുടെ വാക്കല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നമ്മൾ മാതൃകയാക്കണം. അതുപോലെ അതിന്റെ കൂടെ ചേർത്തി പറഞ്ഞ കാര്യം വഅസ്ഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. എന്റെ സ്വഹാബത്തിനെയും അവരുടെയും മാർഗം. അപ്പൊ നമ്മൾ മാതൃകകളാക്കുക എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾക്ക് എന്ന് വെച്ചാൽ ഒരു തുലാസ് പോലെയാണ്. നമ്മൾ ശ്രദ്ധിക്കണേ, ഈ ഹദീസ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദീനിന്റെ ഒരു തുലാസ് പോലെയാണ്. നമ്മുടെ ദീൻ ശരിയാണോ? ഞാൻ നരകത്തിന് രക്ഷപ്പെടുമോ? മരണപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് നരകത്ത് പോവാതെ സ്വർഗത്ത് പോകാൻ പറ്റുമോ എന്നൊരാൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ഈ ഹദീസ് നോക്കിയാൽ മതി. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെയും ദീനും, ഇതാണ് ഈ തുലാസിന്റെ ഒരു തട്ടിൽ വെക്കേണ്ടത്. നമുക്ക് തൂക്കി നോക്കാനുള്ള യൂണിറ്റ് അതാണ്. മറ്റേ തട്ടിൽ നമ്മുടെ ദീൻ, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ആദർശത്തിന്റെ ഓരോ വിഷയത്തിൽ നമ്മുടെ നിലപാടുകൾ എത്താം. ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ദീനും അവരുടെ ദീനും നമുക്ക് ഏകദേശം ഒരേ ഒരു ഗേറ്റിൽ വരുന്നില്ലെങ്കിൽ നമ്മുടെ ദീനിന് പ്രശ്നമുണ്ട്. അത് നമ്മുടെ ദീനിൽ എത്ര ലക്ഷം ആൾക്കാരുണ്ടായിട്ടും കാര്യമില്ല, നമ്മൾ ഏതൊക്കെ സംഘടനകൾ അംഗമായിട്ടും കാര്യമൊന്നുമില്ല, നമ്മൾ ഏതൊക്കെ വലിയ പണ്ഡിതനെയാണ് പിൻപറ്റുന്ന പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. ഈ ഒരു ഗുണമില്ലാത്തവൻ വേറെന്ത് ഗുണമുണ്ടായിട്ടും കാര്യമില്ല എന്നർത്ഥം. നരകത്തിന് രക്ഷപ്പെടാൻ ഈ ഒരു ക്വാളിറ്റി മതിയാ, അത് നിർബന്ധമാണ്, വേറൊരു നിവൃത്തി നമുക്കില്ല. അതല്ലാത്ത ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വന്നില്ല. ആ 72 വിഭാഗവും അവർ നരകത്തിൽ പ്രവേശിക്കാൻ അർഹരാണ്. ഇതാണ് സലഫിയത്ത് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സലഫിയത്ത്. ഓരോ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങൾ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ സ്വഹാബത്തിന്റെ നിലപാടുകൾ, ഇതിനോട് എതിരാവുന്ന പ്രവർത്തനങ്ങൾ അത് സലഫിയത്തിനും എതിരാണ്. അതിനോട് യോജിക്കുന്ന കാര്യങ്ങൾ സലഫിയത്തിന് യോജിച്ച കാര്യങ്ങളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ചുരുക്കി പറഞ്ഞാൽ സലഫിയത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശരിയായ തനതായ രൂപം. ഈ 72 അല്ലാത്ത നരകത്തിൽ പെടാതെ സ്വർഗത്തിൽ പോകുന്ന ആ ഒരു വിഭാഗത്തിന്റെ ആദർശം, അതാണ് സലഫിയത്ത്. അതല്ലാതെ ഇതെന്തെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആദർശമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു നാടിന്റെ ആദർശമോ അങ്ങനെയൊന്നുമല്ല. നമ്മൾക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് നരകത്തിൽ ഒരു സെക്കൻഡ് പോലും പ്രവേശിക്കരുതെന്ന്. എപ്പോഴും നമ്മൾ ഏറ്റവും അധികം പേടിക്കുന്ന കാര്യമാണ് നരകം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ആഗ്രഹമുള്ള, സത്യസന്ധമായി നമുക്ക് ഈ ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണെങ്കിൽ നമ്മൾക്കിതല്ലാതെ വേറെ നിവൃത്തിയില്ല, വേറെ മാർഗമില്ല. നമ്മൾ ശ്രദ്ധിക്കണം, നരകവും സ്വർഗവും സൃഷ്ടിച്ച ആ റബ്ബ് അവന്റെ റസൂലിനെ അറിയിച്ചു കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് നരകത്ത് പോവാതിരിക്കണമെങ്കിൽ ഈ വഴിയല്ലാതെ വേറൊരു വഴിയില്ല എന്ന് പഠിപ്പിച്ചു തരാണ്. അതിന്റെ അർത്ഥം എന്താ? ഒരാൾ സലഫിയത്തെ സ്വീകരിക്കൽ, സലഫിയാവൽ അവന് നിർബന്ധമാണ്, അവൻ നരകത്തിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ.
ഇത് പല ആൾക്കാരും ധാരണ ഞാൻ മുസ്ലിമാണല്ലോ, പിന്നെ ഞാൻ സലഫി ആയാലും അതിൽ ചേർന്നാലും ഇതിൽ ചേർന്നാലും ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്, ഇതൊക്കെ ഒരേപോലെയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ മാറ്റണം. അത് ശരിയല്ല. സലഫിയത്ത് എന്നുള്ളത് ഒരു പാർട്ടിയല്ല, ആദർശമാണ്. അത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ശരിയും തെറ്റും അതിൽ നിർണ്ണയിക്കപ്പെടുന്നത്. അതല്ലാതെ അതിലെന്തെങ്കിലും ഒരു പ്രത്യേക അജണ്ടകളോ പ്രത്യേക മാർഗനിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം റെഗുലേഷൻസ് അങ്ങനൊന്നും അതിലില്ല. വളരെ വ്യക്തമായ എളുപ്പമുള്ള ആദർശമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരാൾ ഇപ്പൊ ഞാൻ സലഫിയാണെന്ന് പറഞ്ഞാൽ അതൊരിക്കലും എന്തല്ല ഒരു മോശപ്പെട്ട കാര്യമല്ല. ഞാൻ സലഫിയാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത്രയും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഏതൊരു മാർഗത്തിലാണോ വിട്ടേച്ചു പോയത് അതേ മാർഗത്തിൽ തന്നെ ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കുന്ന വ്യക്തിയാണ് എന്നർത്ഥം അതിനുള്ളൂ. അതല്ലാതെ ഇത് ഏതെങ്കിലും പുതിയൊരു രീതിയാണെന്നോ മദ്ഹബാണെന്നോ അല്ലെങ്കിൽ പ്രത്യേക ആദർശമാണെന്നോ വിഭാഗമാണെന്നോ എന്നൊന്നും അതിനർത്ഥമില്ല. നമുക്ക് മനസ്സിലാൻ വേണ്ടി വേറെ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഇമാം അബൂ ഹനീഫയും മാലിക്കും ഷാഫിഈയും അതുപോലെ തന്നെ അഹ്മദും ഒക്കെ സലഫികളാണ്. ബുഖാരിയും മുസ്ലിമും അബൂദാവൂദ് നസായി ഇബ്നു മാജി ഇവരൊക്കെ സലഫികളാണ്. അപ്പോൾ സലഫിയത്ത് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ അത് ശരിയായ പാത. നമ്മൾ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. സിറാത്ത് എന്ന് അള്ളാഹ് പറഞ്ഞു. സിറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വഴിയുള്ളൂ. സിറാത്ത് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വഴിയുള്ളൂ, രണ്ടില്ല മൂന്നില്ല. സിറാത്ത് എന്ന് വെച്ചാൽ ഒരൊറ്റ വഴിയാണ്. ശരിയായ വഴി ഒന്നേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മണലിൽ എന്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരൊരു വര വരയ്ക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതാണ് സിറാത്തുൽ മുസ്തഖീം, ഒരൊറ്റ വഴിയുള്ളൂ. എന്നിട്ട് തലങ്ങും വിലങ്ങുമായി കുറുകെ ഒരുപാട് വരകൾ വരയ്ക്കാം. ഒരുപാട് വഴികൾ, നരകത്തിലേക്ക് എത്തിക്കാൻ ഇഷ്ടം പോലെ വഴികളുണ്ട്. എങ്ങനെ ഏത് രൂപത്തിൽ പോയാലും നരകത്തിലേക്ക് എത്താം. പക്ഷെ സ്വർഗത്തിലേക്ക് അങ്ങനല്ല, അതിനൊരൊറ്റ മാർഗമുള്ളൂ. ആ മാർഗത്തിന്റെ പേരാണ് സലഫിയത്ത്. ഇനിയിപ്പോ സലഫിയത്ത് എന്ന് പറയുന്നതിൽ പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് ആ പേര് മാറ്റുന്നതിൽ യാതൊരു പ്രശ്നമില്ല. ഇതെന്തെങ്കിലും ഒരു പ്രത്യേക ഒരു വിഭാഗത്തിന്റെ എന്തെങ്കിലും ഒരു അടയാളമായിട്ടുള്ള പേരുകൾ അങ്ങനൊന്നുമല്ല. നമുക്ക് സഹാബത്തിന്റെ മാർഗമെന്നോ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ വിട്ടേച്ചു പോയ മാർഗമെന്നോ ഇങ്ങനെ ഏത് പേരിലും പറയാം. പേരിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നമ്മൾ ആ ആദർശത്തിലാകുന്നതിലാണ് കാര്യം. നമ്മൾ ആ ആദർശത്തിലാകുന്നതിലാണ് കാര്യം. നമ്മൾ ആ ആദർശത്തിലായിട്ടില്ലെങ്കിൽ നമ്മുടെ പേര് സലഫി മസ്ജിദ് എന്ന് വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മദ്രസ സലഫി മദ്രസ എന്ന് പറഞ്ഞതുകൊണ്ടോ അതിലും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. എന്നുവെച്ചാൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുക, നമ്മൾ പെരുമ കൊള്ളുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് അതിന്റെ റബ്ബിനെടുക്കൽ യാതൊരു വിലയില്ല. നമ്മൾ അതുപോലെ ആവുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ സലഫി എന്ന് വാദിക്കണം അല്ലെങ്കിൽ സലഫിയത്തിലേക്ക് ചേർത്തി പറയണം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ നിങ്ങളുടെ ദീൻ ആവുക, നിങ്ങളുടെ വിശ്വാസങ്ങൾ, ദീന്റെ ഓരോ വിഷയത്തിനും നിലപാടുകൾ അതുപോലെ ആവണം. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് നമ്മുടെ വിശ്വാസം സ്വഹാബത്തിന്റെ വിശ്വാസം ആയിട്ടില്ലെങ്കിൽ നമ്മൾ നരകത്തിന് രക്ഷപ്പെട്ടിട്ടില്ല. ചുരുക്കത്തെ മനസ്സിലാവും. ഉദാഹരണം പറയാം. നമ്മുടെ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത വിശ്വാസം ആയിട്ടില്ലെങ്കിൽ, അതേപോലെ നമ്മുടെ വിശ്വാസം ആയിട്ടില്ലെങ്കിൽ നമ്മൾ നരകത്തിന് രക്ഷപ്പെട്ടവരായിട്ടില്ല ഇപ്പോഴും. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ മുസ്ലിമീങ്ങളായതെന്തിനാ? നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതും ഹറാമുകളൊക്കെ നോക്കി ഹലാലൊക്കെ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്ന എന്തിനാ? എത്ര ആളുകളുണ്ട് ഇതൊന്നും ചെയ്യാതെ, ഇതൊന്നും നോക്കാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന ആളുകളുണ്ട്. എന്താണ് അവൻ ഇഷ്ടപ്പെടുന്നത്, എന്താണ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. അങ്ങനത്തെ എത്ര ആളുകളുണ്ട്. നമ്മളെന്താ അതുപോലെ ചെയ്യാത്തതുകൊണ്ടാ? നമുക്ക് നരകത്ത് പോണ്ടെന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് നരകത്ത് പോണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇത്രയും ചെയ്താൽ പോരാ. നമ്മൾ എന്തിനും കൂടി ചെയ്യണം? നമ്മൾ സ്വഹാബത്തിൻ്റെത് പോലെ ആവണം ഓരോ നിലപാടുകളിലും.
അത് വിശ്വാസമാണ് ഏറ്റവും ആദ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഖുർആനിൽ. അള്ളാഹ് പറഞ്ഞെന്താ, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദു. അള്ളാഹുവിന്റെ വാക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കാത്ത ആ കാലഘട്ടത്തിലെ മുശ്രിക്കീങ്ങൾ, അതുപോലെ തന്നെ ജൂതൻ, മറ്റ് അഹ്ലു കിതാബ്, മറ്റെല്ലാവരോടും അവരെ പറ്റി പറയണത് ഫൈൻ ആമനു, അവർ വിശ്വസിച്ചാൽ, ഈമാൻ സ്വീകരിച്ചാൽ. എങ്ങനെ? ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ, സഹാബത്തെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങളുടെ ഈമാൻ പോലെ അവരുടെ ഈമാൻ ആയി കഴിഞ്ഞാൽ ഫഖദ് ഇഹ്തദൗ, അവർ ഹിദായത്തിലായി എന്ന് അള്ളാഹുവിന്റെ വാക്കാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈമാൻ സ്വഹാബത്തിന്റെ ഈമാൻ പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഹിദായത്തിലായി എന്ന് അള്ളാഹ് ഉറപ്പ് തരുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കെന്താ പേടിക്കാനുള്ളത്? പിന്നെ ആര് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്കെന്താ പ്രശ്നം? അള്ളയാണല്ലോ സ്വർഗത്തിനും നരകത്തിനുള്ള ഉടമസ്ഥൻ. അവനാണല്ലോ സ്വർഗവും നരകവും തരുന്നത്. അവൻ നമുക്ക് ഉറപ്പ് തരികയാണ് നമ്മൾ ഹിദായത്തിലായി, ഇനി ഒന്നും പേടിക്കണ്ട. എങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ? നമ്മുടെ ഈമാൻ സ്വഹാബത്തിന് ഈമാൻ പോലെ ആയിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾക്ക് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ക്രൈറ്റീരിയ എന്നുള്ളത്, നമ്മുടെ മാനദണ്ഡം എന്നുള്ളത്, നമ്മുടെ ദീൻ ശരിയാണോ തെറ്റാണോ, ഞാനിപ്പോ സിറാത്തുൽ മുസ്തഖീമിലാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ക്രൈറ്റീരിയ എന്നുള്ളത് സ്വഹാബത്താണ്. സ്വഹാബത്തിന്റെ വിശ്വാസം പോലെ നമ്മുടെ വിശ്വാസം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിയായ റൂട്ടിലാണ്, സിറാത്തുൽ മുസ്തഖീമിലാണ്. ആരൊക്കെ നമ്മൾക്ക് എതിർന്നാലും ശരി, നമ്മുടെ കൂടെ ആരും ഇല്ലെങ്കിലും ശരി, നമ്മൾ എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും ശരി, നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലാണ്. ഇനിയിപ്പോ നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പേരിട്ട് വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല. റബ്ബിന്റെ അടുക്കൽ അത് നമുക്ക് ഉപകരിക്കുകയില്ല. ഇതാണ് സലഫിയത്ത് എന്ന് പറയുന്നത്, ചുരുക്കത്രയേ ഉള്ളൂ. അപ്പൊ ഓരോ മേഖലകളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇത് പറയുമ്പോൾ നമുക്ക് പഠിക്കേണ്ടി വരും. സ്വഹാബത്ത് ഈ വിഷയത്തിൽ എങ്ങനെയായിരുന്നു, അള്ളാഹുവിനെ പറ്റി സ്വഹാബത്തിന്റെ നിലപാടെന്താണ്, ഖുർആനെ പറ്റി അവരുടെ നിലപാടെന്താണ്, പരലോകത്തെ പറ്റി, ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും അവരുടെ നിലപാടുകൾ എന്തൊക്കെയാണെന്ന് അറിയുകയും അത് പഠിക്കുകയും ചെയ്യേണ്ടി വരും. നമുക്കത് പഠിക്കാതെ വേറെ നിവൃത്തിയില്ല. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. അറിവ് അന്വേഷിക്കൽ ഓരോ മുസ്ലിമിന്റെ മേലും, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പ്രായപൂർത്തിയെത്തിയ ഓരോരുത്തരുടെ മേലും നിർബന്ധമാണെന്ന് പറഞ്ഞു. ഫരീളത്തുൻ, നമ്മൾ ഫർദ് നിസ്കാരം എന്ന് പറയാറുണ്ട്, അതേ വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത് നിർബന്ധമാണ്. ഈ നിർബന്ധം എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നവരെ നമ്മുടെ നിലപാടുകൾ സ്വഹാബത്തിന്റെ നിലപാട് പോലെ ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നവരെ നമ്മൾക്ക് അറിവന്വേഷിക്കൽ നിർബന്ധമാണ്. കാരണം അതെല്ലാം നമുക്ക് നരകത്തിന് രക്ഷപ്പെടാൻ വേറെ നിർത്തിയില്ല, വേറെ വഴിയില്ല. നിർബന്ധമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. അപ്പോ നമ്മൾ പഠിക്കുകയും അത് നമ്മൾ കൃത്യമായി പ്രാവർത്തികമാക്കുകയും അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പരമാവധി റബ്ബിനോട് ദുആ ചെയ്യുകയും അതിനു വേണ്ട എന്താ പറയുക ഒരുക്കങ്ങൾ നമ്മൾ ഒരുങ്ങുകയും തയ്യാറെടുക്കലുകൾ നമ്മൾ എടുക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ മരണം വരെ ഈ സ്വഹാബത്തിന്റെ മാർഗത്തിൽ നിലപാടുകളിൽ ഉറച്ചു നിൽക്കലാണ് നമ്മൾക്ക് റബ്ബ് ഏൽപ്പിച്ച ഒരേ ഒരു. ഇതിനു വേണ്ടിയിട്ട് റബ്ബ് നമ്മൾ സൃഷ്ടിച്ചത്. നമുക്ക് വേറൊന്നും റബ്ബ് നിർബന്ധമാക്കിയിട്ടില്ല. നമുക്ക് ഇത്രയും ദുനിയാവ് ചെയ്യാനുള്ളൂ. നമ്മൾ സൃഷ്ടിച്ചതിനു വേണ്ടിയിട്ടാണ്. ഈ ഒരു ലക്ഷ്യം നമ്മൾ പൂർത്തീകരിച്ചാൽ അൽഹംദുലില്ലാഹ്, നമ്മൾ വേറൊന്നും ഈ ദുനിയാവിൽ ചെയ്തിട്ടില്ലെങ്കിലും റബ്ബ് നമ്മളോട് ചോദിക്കൂല, നമുക്ക് ശിക്ഷ ലഭിക്കൂല. പക്ഷെ ഈ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ വൻ നഷ്ടമാണ്. കാലാകാലം നരകത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇത്രയും പറഞ്ഞത് വ്യക്തമായി എന്ന് വിചാരിക്കുകയാണ്. ഇത് ആമുഖമായി പറഞ്ഞാൽ വിഷയത്തിലേക്ക് കടക്കാം. ഇതാണ് സലഫിയത്ത്. ഇതിൽ അടിയുറച്ചു നിൽക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് വിഷയം. ഈ ഒരു മാർഗത്തിൽ, ഈ ഒരു ശരിയായ പാതയിൽ അതിലുറച്ചു നിൽക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തേത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, പ്രാർത്ഥന, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കൈകളിൽ ഒന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാം റബ്ബിന്റെ കൈകളിലാണ്. എപ്പോഴും പറയാം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥാക്കുന്നതാണ്
റബ്ബ് നമ്മളെ സഹായിച്ചാലല്ലാതെ നമ്മൾക്കൊരു നന്മ ചെയ്യാനോ ഒരു ഹറാമെന്ന് വിട്ടു നിൽക്കാനോ കഴിയൂല. റബ്ബിന്റെ സഹായം കൂടി തീരും ഓരോന്നിലും, ഓരോ കാര്യത്തിലും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സിറാത്തുൽ മുസ്തഖീം, നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളൊരു വാക്കാണ് മിമ്പറുകളിലും മറ്റുമൊക്കെ, മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് ഹദീസുകളിലെ. എന്താ പറയുന്നത്? മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു. അല്ലാഹു ഒരാളെ ഹിദായത്തിലാക്കിയാൽ അവനെ വഴിതെറ്റിക്കാൻ ഒരുത്തനും പറ്റൂല, ഒരാൾക്കും കഴിയില്ല. ഇനിയോ വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. അല്ലാഹു ഒരാളെ ദ്വലാലത്തിലാക്കിയാൽ, വഴി തെറ്റിച്ചാൽ അവനെ ഹിദായത്തിലാക്കാനും ഒരാളെ കൊണ്ട് പറ്റൂല, കഴിയൂല. എല്ലാം റബ്ബിന്റെ കൈകളിലാണ്. റബ്ബ് എന്താണോ തീരുമാനിച്ചത് അതേ നടക്കും. പക്ഷെ നമ്മൾക്ക് പല കാര്യങ്ങളും സബബുകൾ സ്വീകരിക്കാൻ നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട്. റബ്ബ് നമ്മളെ ഹിദായത്തിലാക്കിക്കോളെന്ന് പറഞ്ഞ് ഹിദായത്തിന്റെ വഴികൾ അന്വേഷിക്കാതെ, ചോദിച്ചറിയാതെ, പഠിക്കാതെ മിണ്ടാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. ഏതുപോലെ റബ്ബാണ് റിസ്ക് നൽകുന്നത് എന്നും പറഞ്ഞ് നമ്മളൊരിക്കലും ജോലി ചെയ്യാതെ, റിസ്ക് അന്വേഷിക്കാതെ, വീട്ടിൽ തന്നെ കിടന്നുറങ്ങിയിട്ട് റബ്ബ് എനിക്ക് റിസ്ക് തരുന്നു നമ്മൾ ആരും പറയില്ലല്ലോ. അതുപോലെ സബബുകൾ സ്വീകരിക്കേണ്ടത്. അപ്പൊ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സ് റബ്ബുമായിട്ടാണ് ബന്ധിപ്പിക്കപ്പെടേണ്ടത്. റബ്ബ് തന്നാൽ കിട്ടും, റബ്ബ് തന്നില്ലെങ്കിൽ വേറെ ആര് ശ്രമിച്ചാലും കിട്ടൂല. ഈ ഒരു ബോധം നമുക്ക് വേണം. ഇതാണ് അടിസ്ഥാനം. റബ്ബുമായിട്ട്, റബ്ബിലേക്ക് എപ്പോഴും ആവശ്യക്കാരായി, എല്ലാം റബ്ബിലേക്ക് ചോദിച്ചുകൊണ്ട്, റബ്ബ് തരുമ്പോഴേ കിട്ടുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ, ആ ഒരു ഉറച്ച ബോധ്യത്തിൽ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇത് റബ്ബ് എപ്പോഴും മാറ്റം വരുത്താം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞില്ല നമ്മുടെ മുൻഗാമികൾ, സലഫുകൾ, സഹാബത്തൊക്കെ, അവരേറ്റവും അധികം പേടിച്ചിരുന്നത് ഈ ഒരു കാര്യമാണ്. കിട്ടിയ ഹിദായത്ത് റബ്ബിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് റബ്ബ് തിരിച്ചെടുക്കുന്നത്. അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റൂല നിങ്ങൾ വിചാരിക്കണ്ട. റബ്ബിന് അത് തരാൻ എളുപ്പമുണ്ടെങ്കിൽ അതേപോലത്തെ തിരിച്ചെടുക്കാൻ യാതൊരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ തന്ന ഹിദായത്ത് ഉണ്ടല്ലോ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഈ ഹിദായത്ത് എന്ന അനുഗ്രഹമാണ് നമ്മൾക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ നിഅമത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്ത് ഈ ഹിദായത്ത് എന്ന നിഅമത്താണ്. സൂറത്തുൽ ഫാത്തിഹ തന്നെ നമ്മൾ എന്താ പറയുന്നത്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അള്ളാഹുവെ നീ അനുഗ്രഹിച്ച നിഅമത്ത് നൽകിയവർ. എന്താ നിഅമത്തിനെ പറ്റിയാ പറഞ്ഞു? ഹിദായത്തിനെ പറ്റിയാ പറയും. ഏറ്റവും വലിയ നിഅമത്ത് ഹിദായത്താണ്. അള്ളാഹു ഒരു അനുഗ്രഹം തന്നിട്ട് നമ്മൾ ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ട പോലെ നന്ദി കാണിക്കുന്നില്ലെങ്കിൽ അള്ളാഹ് അനുഗ്രഹം എടുത്തു കളയും. ആ അനുഗ്രഹം അതിന് യോജിച്ച ആളുകൾക്ക് റബ്ബ് അനുഗ്രഹം കൊടുക്കുള്ളൂ. നമ്മൾ അതിന് മാത്രം പോകുന്ന ഒരാളല്ല എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കാണിക്കുകയാണെങ്കിൽ റബ്ബ് അതെന്ത് ചെയ്യും? എടുത്തു കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? ലൈൻ ശകർത്തും ലഅസീദന്നകും വലൈൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ ഒരു അനുഗ്രഹത്തിന് ശുക്ർ കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരും. ഹിദായത്തും അങ്ങനെ തന്നെയാണ്. നമ്മൾ നന്ദി കാണിച്ചാൽ റബ്ബ് എന്ത് ചെയ്യും? ഹിദായത്ത് വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കും. സിറാത്തുൽ മുസ്തഖീം എന്ന വഴിയിൽ നമ്മൾ സഞ്ചരിക്കുന്ന വളരെ വേഗത്തിലാവും, വളരെ മുന്നിലേക്ക് എത്തും നമ്മൾ. ഇനി വലഇൻ കഫർത്തും, നമ്മൾ നന്ദികേട് കാണിക്കുകയാണെങ്കിലോ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ വളരെ കഠിനമാണെന്നുള്ള താക്കീത് ചെയ്യാം. ഏറ്റവും ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് എന്ത്? അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്ത് എന്ന അനുഗ്രഹം. പലപ്പോഴും സലഫുകൾ അവരുടെ ജീവിതത്തിൽ ഉദാഹരണമായിട്ട് പറയാറുള്ളൊരു കാര്യമാണെന്ത്? ഒരാളൊരു ഹജ്ജിന്റെ എന്തോ വേളയിൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യും. ആ യാത്ര ചെയ്യുമ്പോൾ ഏതോ ഒരു വിജനമായ സ്ഥലത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു ഒറ്റപ്പെട്ടൊരു വീട്, അവിടെ നിന്ന് എന്ത് ചെയ്യണം? ഉറക്കെ ഒരു അൽഹംദുലില്ലാ, റബ്ബിനെ സ്തുതിക്കുന്ന ഒരു പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കുക. അൽഹംദുലില്ലാ എന്നൊരാൾ ഉറക്കെ അവിടെ നിന്ന് വിളിച്ചു പറയാം. അപ്പൊ ഇവിടെ എന്താണ് ഇയാൾ ഇങ്ങനെ അൽഹംദുലില്ലാ, റബ്ബിനെ ഇത്രയും സ്തുതിക്കാനുള്ള കാരണം? അത്രയും അനുഗ്രഹം കിട്ടിയ ഒരാളായിരിക്കും
അത്രയും സമ്പന്നതയിൽ സുഖലോലുപതയിലൊക്കെ ആയിരിക്കും എന്ന് കരുതിക്കൊണ്ട് ഈ വ്യക്തി ആ വീട്ടിലേക്ക് കയറുമ്പോൾ ആ വീട്ടിൽ വേറെ ആരുമില്ല, ഒരൊറ്റ ആളേ ഉള്ളൂ. അയാൾക്ക് അരയ്ക്ക് കീഴെ ശരീരമില്ല, 2 കൈകളുമില്ല, കാലും അറ്റുപോയിട്ടുണ്ട്, കൈയും അറ്റുപോയിട്ടുണ്ട്, അനങ്ങാൻ കഴിയില്ല, മലമൂത്ര വിസർജനമൊക്കെ കിടന്നിടത്ത് തന്നെ. മറ്റൊരാളുടെ പരസഹായമില്ലാതെ അനങ്ങാൻ പോലും പറ്റൂല. ഇയാളുടെ ആരോഗ്യം ശോഷിച്ചിട്ടുണ്ട്, എല്ലാ നിലയ്ക്കും അയാൾ പരീക്ഷണങ്ങൾ കൊണ്ട് നിറഞ്ഞൊരവസ്ഥയിലാണ്. അയാളുടെ അൽഹംദുലില്ലാഹ് കേട്ടിട്ട് ഈ വന്ന ആൾ അത്ഭുതപ്പെടുകയാണ്. ഇയാളോട് ചോദിക്കാൻ താങ്കൾ എന്തിനാണ് ഇങ്ങനെ അൽഹംദുലില്ലാഹ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാനത് കേട്ടിട്ടാണ് ഇങ്ങോട്ട് പ്രവേശിച്ചതെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ചുറ്റും ഒരുപാട് ആളുകളെ പല ആദർശങ്ങളിലായിക്കൊണ്ട് മരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവയിൽ നിന്നൊന്നിലും എന്നെ പെടുത്താതെ എല്ലാത്തിനും രക്ഷപ്പെടുത്തി അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിലായിക്കൊണ്ട് എന്നെ മരിപ്പിക്കുന്നവരെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തി. ഇൻഷാ അല്ലാഹ് അതാണ് അള്ളാഹു എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന വ്യക്തി പറയാം. ഈ ഒരു അനുഗ്രഹം കിട്ടിയവന് ദുനിയാവിൽ വേറെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും അവനാണ് ഏറ്റവും വലിയ സൗഭാഗ്യം, ഹിദായത്ത്. ഈ അനുഗ്രഹം കിട്ടാത്തവന് വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും അവൻ ദൗർഭാഗ്യവാനാണ്, ഒന്നും കിട്ടാത്തവനാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, വാർത്തകളിലും മറ്റൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് എന്താ പറയാ, ദുനിയാവിന്റെ എല്ലാം, അത് സമ്പത്തായിക്കോട്ടെ, ഇനിയിപ്പോ പ്രശസ്തി ആയിക്കോട്ടെ, സൗകര്യങ്ങളായിക്കോട്ടെ, എല്ലാ നിലയ്ക്കും ഒരു ദുനിയാവിന്റെ പുറകെ പായുന്നൊരു വ്യക്തി ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടിയ ആളുകൾ പോലും അവരുടെ പ്രശസ്തിയിൽ ഏറ്റവും കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്തും ആത്മഹത്യകളിലേക്ക് തിരിയുന്നത് എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ? അവർക്കൊന്നിനൊരു കുറവില്ല. ദുനിയാവിന്റെ ആളുകൾ ആഗ്രഹിക്കുന്ന എല്ലാം അവർക്ക് കൈനിറയുണ്ട്. എല്ലാം, അധികാരമായിക്കോട്ടെ, പിടിപാടായിക്കോട്ടെ, അതുപോലെ തന്നെ സുഹൃത്ത് വലയങ്ങളായിക്കോട്ടെ, എല്ലാം. നിങ്ങൾക്ക് തന്നെ പല ആളുകൾ ഈ പറയുമ്പോൾ പല ആളുകളും പേരും മുഖങ്ങളൊക്കെ ഓർമ്മ വരും. എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് പോലും. എന്തുകൊണ്ടാണത്? ഹിദായത്ത് എന്ന അനുഗ്രഹത്തിന് പകരം അതൊന്നും ആവൂല. ഓരോ അനുഗ്രഹത്തിനും അതിന് പകരം വെക്കാൻ ആവൂല. ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ ഒരു ബോധ്യം നമുക്ക് വേണം. ഇതാ എനിക്ക് അള്ള തന്നാണ്. നമ്മൾ ചിന്തിക്കേണ്ട എന്റെ എന്തെങ്കിലും എന്താ പറയാ ഗവേഷണം കൊണ്ടോ അല്ലെങ്കിൽ എന്റെ IQ പവർ കൊണ്ടോ അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും മികവ് കൊണ്ടോ കഴിവ് കൊണ്ടോ ആണ് എനിക്ക് ഹിദായത്ത് കിട്ടി. നമ്മൾ ആരും ചിന്തിക്കണ്ട. അള്ള തന്നതുകൊണ്ട് കിട്ടി, അൽഹംദുലില്ലാഹ്, അത്രയേ ഉള്ളൂ. നമ്മുടെ സമ്പത്തിന്റെ ആധിക്യം കൊണ്ട് നമുക്ക് ഹിദായത്ത് കിട്ടണ അങ്ങനെയാണ് കിട്ടിയതെങ്കിൽ നമ്മളെക്കാൾ എത്രയോ സമ്പത്തുണ്ടായിരുന്ന ഖാറൂനെ പോലെ എത്രയോ ആളുകൾ ഹിദായത്ത് കിട്ടാതെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ കുടുംബ മഹിമ കൊണ്ട് മറ്റൊക്കെയാണ് നമുക്ക് ഹിദായത്ത് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാമുടെ ഉപ്പയും നൂഹ് അലൈഹിസ്സലാമുടെ മകനെ പോലെ പല ആളുകളും ഹിദായത്ത് കിട്ടാതെ പോയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ദീനു കൊണ്ട് ഇത്രയൊക്കെ സേവനങ്ങൾ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് എനിക്ക് ഹിദായത്ത് കിട്ടിയത് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ എല്ലാ ഭാഗത്തുനിന്ന് വളഞ്ഞപ്പോഴും എല്ലാ നിലയ്ക്ക് ആക്രമിക്കാൻ തുനിഞ്ഞപ്പോഴും ഏറ്റവും വലിയ പ്രതിരോധമായി നിന്നത് അബൂ താലിബാണ്. ആ അബൂ താലിബ് പോലും കാഫറായിട്ടാണ് ഹിദായത്ത് കിട്ടാതെ മരണപ്പെടുന്നത്. ഇവരെക്കാളൊക്കെ എന്ത് മികവാണ് നമുക്കുള്ളത്, എന്ത് പ്രത്യേകത നമുക്കുള്ളത്, എടുത്തു പറയാൻ എന്ത് യോഗ്യത നമുക്കുള്ളത്? ഒന്നുമില്ല. അള്ളാഹു തന്നു, അവന്റെ ഔദാര്യമായി തന്നു, നമുക്ക് കിട്ടി, അത്രയേ ഉള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ ഈ അനുഗ്രഹത്തിന്റെ വില തിരിച്ചറിയൽ വളരെ അടിസ്ഥാനപരമായി നമുക്ക് വേണ്ട ഗുണം. അതിന് നമ്മൾ ശുക്ർ കാണിക്കുന്നവരാകണം, നന്ദി കാണിക്കുന്നവരാകണം. ഏറ്റവും ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ അനുഗ്രഹത്തിന്റെ വില തിരിച്ചറിയാം. പിന്നെ നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾക്ക് ഈ ഒരു മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഠിക്കുക എന്നുള്ളത്, അറിയുക എന്നുള്ളത്. അറിവ്, നമ്മൾ എത്രത്തോളം ഈ ദീനിൽ അറിവുള്ളവരാകുന്നുവോ അത്രത്തോളം നമ്മൾ നരകത്തിന് അകന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്വർഗത്തിന്റെ പദവികൾ മുകളിലേക്ക്
കയറിക്കൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. ശർഈയായ ഇൽമ് നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ നരകത്തിന് അകന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്വർഗത്തിന്റെ പദവികൾ മുകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. സ്വർഗത്തിൽ ഏറ്റവും വലിയ പദവി ആർക്കായിരിക്കും? അംബിയ മുർസലീങ്ങൾക്കായിരിക്കും, യാതൊരു സംശയമില്ല. പിന്നെ അവരുടെ തൊട്ടു താഴെയുള്ള പദവി ആർക്കുള്ളതായിരിക്കും? അവരുടെ സ്വഹാബത്ത് എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് പോലെ തന്നെ ഓരോ നബിമാർക്കും എന്തുണ്ട്? സ്വഹാബത്തുണ്ട്. അവരുടെ പദവിയിലേക്ക് ആ ഒരു ബാക്കിയുള്ളവർക്ക് എത്താൻ സാധിക്കൂല. അത് സ്വാഭാവികമാണ്. അള്ളാഹു അവരെ പ്രത്യേകം തെരഞ്ഞെടുക്കുന്ന വിഭാഗം സ്വഹാബത്ത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു പദവി നമുക്ക് പറ്റൂല. കാരണം നമുക്കിനി സഹാബിയാവാൻ സാധിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിപ്പോയി. പിന്നെയുള്ള ഏറ്റവും മുകളിലെ പദവി ആർക്കാന്നറിയോ? ഈ ഉമ്മത്തിലെ ഏറ്റവും ഇൽമുള്ള ആളുകൾക്കാണ്. എത്രത്തോളം നിങ്ങൾക്ക് ഇൽമുണ്ടോ അത്രത്തോളം നിങ്ങൾ സ്വർഗത്തിൽ ഏറ്റവും വലിയ പദവിയിലായിരിക്കും. അത് മനസ്സിലാക്കാൻ ഒരു ഹദീസ് മാത്രം പറയാം. ഒരുപാട് വിശദീകരിക്കേണ്ട വിഷയമാണ്. എന്നാലും പ്രാക്ടിക്കൽ അല്ല അത് വിശദീകരിക്കുക എന്നുള്ളത്. ഒരുപാട് ആയത്തുകളും ഹദീസുകളും വന്നിട്ടുള്ള 100 കണക്കിന് ആയത്തുകളും ഹദീസുകളും ദീനിൽ അറിവ് കരസ്ഥമാക്കുന്നതിന്റെ ശ്രേഷ്ഠത വിശദീകരിക്കുന്നുണ്ട്. ഒരൊറ്റ കാര്യം മാത്രം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന, തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്ന, ഈമാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന, സഹാബത്തിന്റെ നിലപാടുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാൾ, അവന് വേണ്ടി ആകാശത്തിലെ മലക്കുകൾ, പറക്കുന്ന പറവകൾ, മാളത്തിലെ ഉറുമ്പുകൾ പോലും, മത്സ്യം, സമുദ്രത്തിനടിയിലെ മത്സ്യങ്ങൾ പോലും അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കണേ. ആകാശത്ത് പറക്കുന്ന പക്ഷികൾ, ഭൂമിയിലെ ഓരോ ജീവിത, മാളത്തിലുള്ള ഉറുമ്പുകൾ, ഹദീസ് ഇങ്ങനെയാണ്, മാളത്തിലുള്ള ഉറുമ്പുകൾ പോലും, സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന, ശരിയായ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന, തൗഹീദും ഈമാനും സുന്നത്തും സഹാബത്തിന്റെ നിലപാടുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇതിനു വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് തെറ്റപ്പിന് ബാക്കിയുണ്ടാവുക? എത്ര കോടിക്കണക്കിന് ജീവജാലങ്ങൾ, അത്ര ജീവജാലങ്ങൾ ഇവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇവന് പിന്നെ എന്ത് തെറ്റ് ആഖിറത്തിലെത്തും ബാക്കിയുണ്ടാവും? ഒരു തെറ്റും ബാക്കിയുണ്ടാവില്ല. തെറ്റുകൾ പറ്റുമല്ലോ, എത്ര നല്ല വ്യക്തിയാണെങ്കിലും സ്വാഭാവികമാണ്. പക്ഷെ ആ ഒരു തെറ്റും റബ്ബിനെടുക്കലെത്തുമ്പോൾ ഇവർക്ക് ബാക്കി ഉണ്ടാവില്ല, ഒക്കെ പൊറുക്കപ്പെട്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്, എത്രയോ ഉണ്ട്. അത് മാത്രം ശേഖരിച്ചിട്ട് പണ്ഡിതന്മാർക്ക് ഗ്രന്ഥങ്ങൾ വരെയുണ്ട്. അത്രയും വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. ചുരുക്കി പറയാം, നമ്മൾ ഇൽമ് എത്രത്തോളം നമുക്ക് കിട്ടുന്നുവോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നരകത്തിൽ നിന്ന് സേഫാവും. ഏതുപോലെ? നമ്മളൊരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ വഴിയിൽ എന്തൊക്കെ അപകടങ്ങളുണ്ട്, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ എങ്ങോട്ടൊക്കെ തിരിയാനുണ്ട്, ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നറിയുന്ന ഒരാൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നതും അതൊന്നും അറിയാത്ത ഒരാൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നതും തമ്മിൽ രണ്ട് വ്യത്യാസമല്ലേ? സ്വാഭാവികമാണ്. ഒരു വഴി നേരത്തെ സഞ്ചരിച്ച് പരിചയമുള്ള, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് നേരത്തെ കൃത്യമായ ധാരണയുള്ള, പഠിച്ചിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒക്കെ പോട്ടെ, നമുക്ക് മനസ്സിലാവുന്ന എളുപ്പത്തിലുള്ളൊരു ഉദാഹരണം പറയാം. കണ്ണ് കാണുന്നൊരു വ്യക്തി, കണ്ണ് കാണാത്തൊരു വ്യക്തി, ഇത് രണ്ടും സമമാവോ? ഒരുപോലെ ആവോ? രണ്ടുപേരും സഞ്ചാരം, രണ്ടുപേരുടെയും വാഹനവും സൗകര്യങ്ങളൊക്കെ ഒരുപോലെ, രണ്ടുപേരും സിറാത്തുൽ മുസ്തഖീമിൽ സഞ്ചരിക്കാം, രണ്ടുപേരും സഞ്ചാരം ഒരുപോലെ ആവും? ഒരുപോലെ ആവും? ഒരിക്കലാവൂല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമില്ലാത്തവരെ ഖുർആനിൽ വിശേഷിപ്പിക്കുന്നത് അഅമ എന്നാണ്. കണ്ണ് കാണാത്ത, അന്ധൻ. അള്ളാഹു വിശേഷിപ്പിക്കുന്ന കമൻ ഹുവ അഅമ എന്നാണ് ഇൽമില്ലാത്തവരെ പറ്റി അള്ളാഹ് ഖുർആനിൽ പറയും. നമുക്ക് മനസ്സിലാവേണ്ട, ഞാൻ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പഠിപ്പിച്ചു തന്നത്, തറക്തുക്കും അലാ മഹജ്ജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹ. ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നു. ചില ഈ സിറാത്തുൽ മുസ്തഖീമിനെ പറ്റി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്.
ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് അലാ മഹജ്ജത്തിൽ ബൈദ, ഒരു തൂവെള്ള പാതയിലാണ്. വിശ്വാസം പറയുന്നത് ലൈലുഹ കനഹാരിഹ, ആ എത്ര വെളിച്ചമുണ്ട്, എത്രത്തോളം വെള്ളയാണ്, അതിന്റെ രാത്രി പോലും വെളിച്ചം കൊണ്ട് പകല് പോലെയാണ്. ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്, നശിച്ചവനല്ലാതെ എന്ത് ചെയ്യില്ല, അതിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല. വിശ്വാസം പഠിപ്പിച്ചു തരാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വഴി സ്ട്രൈറ്റ് ആണ്, വളവുകളില്ല, തിരിവുകളില്ല, അപകടങ്ങളില്ല, വെളിച്ചം കൊണ്ട് നിറഞ്ഞൊരു വഴി. ഇങ്ങനൊരു വഴി മുന്നിലുണ്ടായിരിക്കെ വേറൊരുപാട് വഴികളുണ്ട് ഇവന്റെ മുന്നിൽ. പക്ഷെ ഒക്കെ ഇരുട്ട് നിറഞ്ഞ, അപകടങ്ങൾ പിടിച്ച, ഒരുപാട് പ്രശ്നങ്ങളുള്ള മറ്റൊരുപാട് എല്ലാ വഴികളും അപകടം നിറഞ്ഞ വഴികളാണ്. ഒരു വഴിയാണ് യാതൊരു പ്രശ്നവുമില്ല, സ്ട്രൈറ്റ് ആണ്, വെളിച്ചം കൊണ്ട് നിറഞ്ഞ വഴിയാണ്. ഏത് വഴി നമ്മൾ തിരഞ്ഞെടുക്കുക? ബുദ്ധിയുള്ള ഏതൊരാളും സ്വാഭാവികമായിട്ട് ഈ വെളിച്ചമുള്ള സ്ട്രൈറ്റായ വഴി തിരഞ്ഞെടുക്കുക. ഇതേപോലെയാണ് സിറാത്തുൽ മുസ്തഖീമും മറ്റുള്ള വഴികളും. എന്നിട്ടും എന്തേ അധികം ആളുകളും സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിക്കാത്ത എന്തുകൊണ്ടാ? ശ്രദ്ധിക്കണം. സിറാത്തുൽ മുസ്തഖീം ഇത്രയധികം അപകടം ഇല്ലാത്ത, വളവുകളില്ലാത്ത, വെളിച്ചം കൊണ്ട് നിറഞ്ഞൊരു വഴിയാണ്. മറ്റു വഴികളിലാണെങ്കിൽ മുഴുവൻ ഇരുട്ടുകളും അപകടങ്ങളും കൊണ്ട് നിറഞ്ഞ വഴികളാണ് ബാക്കിയെല്ലാം. എന്നിട്ട് എന്തുകൊണ്ടാണ് അധികം ആളുകൾ സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിക്കാത്ത? എന്തുകൊണ്ടാണ്? എല്ലാവരും സിറാത്തുൽ മുസ്തഖീമിലുള്ള ആളുകളാ? അല്ലല്ലോ, ന്യൂനാപക്ഷമല്ലേ സിറാത്തുൽ മുസ്തഖീം. എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിക്കാത്ത? എന്തുകൊണ്ടാണ്? കണ്ണ് കാണുന്നവനല്ലേ അതിന്റെ വെളിച്ചവും അതിന്റെ അപകടമില്ലാത്തതൊക്കെ അത് രണ്ടും വേർതിരിച്ചറിയുന്നത് കണ്ണ് കാണുന്ന ഒരാൾക്ക്. കണ്ണ് കാണാത്തവന് വളവുള്ള വഴിയും വളവില്ലാത്തതും വെളിച്ചമുള്ളതും ഇരുട്ട് നിറഞ്ഞതൊക്കെ ഒരുപോലെ, ഒക്കെ സമാണ്. ഇതുപോലെയാണ് ദീനുള്ള അറിവ്. ഈ അറിവ് കിട്ടുമ്പോഴാണ് നമ്മുടെ മുന്നിൽ അപകടം പിടിച്ച വഴികളുടെ അപകടങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒക്കെ ഒരുപോലെയാണ്, എല്ലാം ഒരുപോലെ നമുക്ക് തോന്നും. നമ്മുടെ നാട്ടിൽ പല ആളുകളും പറയാറില്ലേ, ഏതും ഇങ്ങനെ വേണം ജീവിക്കുക, എല്ലാം പല പുഴകൾ ചേർന്നൊരു കടലിലെത്തുന്ന പോലെയാണ്, എങ്ങനെ പോയാലും എന്തായാലും പ്രശ്നമില്ല, എല്ലാം സ്വർഗത്തിലേക്ക് എത്തുന്ന സൃഷ്ടാവിനെ തൃപ്തിപ്പെടുത്തുന്ന മാർഗങ്ങളാണെന്നൊക്കെ പറയും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ്? അറിവില്ലാത്തതുകൊണ്ടാണ്. ദീനിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം അറിയും തോറും എന്ത് ചെയ്യും, ഇവന് കണ്ണിന് കാഴ്ച കൂടുന്നത് പോലെ ഓരോന്നിന്റെ അപകടങ്ങൾ വ്യക്തമായിക്കൊണ്ടേയിരിക്കും, ഓരോ വഴികളുടെയും. സിറാത്തുൽ മുസ്തഖീം എത്രത്തോളം അത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹമായി തന്നതാണെന്നുള്ളത് അവന് കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിന് എന്ത് വേണം? കണ്ണിന് കാഴ്ച വേണം, അതിന് ഇൽമു പഠിക്കണം. കൂടുതൽ ഇൽമു പഠിച്ചാൽ കൂടുതൽ കാഴ്ചശക്തി കിട്ടുമെന്ന് പറയുന്ന പോലെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും. അവനൊരിക്കലും എന്ത് ചെയ്യില്ല, ഈ വൃത്തികെട്ട വളഞ്ഞ അപകടങ്ങൾ പിടിച്ച വഴി എത്ര അലങ്കരിച്ച് കാണിക്കപ്പെട്ടാലും അവൻ എന്ത് ചെയ്യാൻ സാധിക്കും? അതിന്റെ അപകടം തിരിച്ചറിയാൻ സാധിക്കും. ഒരിക്കലും അവൻ എന്ത് ചെയ്യില്ല, തെറ്റിദ്ധരിക്കപ്പെട്ട ആ വഴിയിൽ പ്രവേശിക്കൂല. കാരണം അവൻ അത്രയും ഇൽമുണ്ട്, കണ്ണിന് അത്രയും കാഴ്ചയുള്ളതുപോലെ അവൻ കൃത്യമായി കാണുന്നുണ്ട്. ഈ മറച്ചു വെച്ച അലങ്കാരങ്ങളുടെ ഇടയിലൂടെ അവൻ ഓരോ പതിയിരിക്കുന്ന അപകടങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് അവൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ വഴിയിൽ പ്രവേശിക്കുകയില്ല. സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് മറ്റൊരു വഴി അവൻ തിരഞ്ഞെടുക്കുകയില്ല. കാരണം അവൻ ഇൽമുള്ളത് കാരണത്താൽ. അപ്പൊ നമ്മൾക്ക് എത്രത്തോളം മതപരമായ ഇൽമുണ്ടോ, ശർഈയായ ഇൽമുണ്ടോ, അത്രത്തോളം അത് ഖൈറാണ്. നമ്മൾ ശരിയായ ഇൽമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ, ഖുർആൻ സുന്നത്തിനെ അടിസ്ഥാനപ്പെടുത്തി അത് ശരിയായ ആളുകളിൽ നിന്നാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ പഠിച്ചു എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല. പല ആൾക്കാരും പഠിക്കും വിചാരിക്കുന്ന, നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെയുള്ള ധാരണയാണ് കുറെ ഒന്നും പഠിക്കണ്ട, ദീൻ എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ ഖുർആനൊക്കെ ഓതി അത്യാവശ്യം അത്രയൊക്കെ പഠിച്ചാൽ മതി. കുറെ പഠിച്ചാൽ വഴിതെറ്റി പോകുന്നുണ്ട് തെറ്റിദ്ധാരണ. ദീനെ ആ അബദ്ധാണ്. നെയ്യേറി അപ്പം കേടുവരാന്ന് പറയാറുണ്ട് നാട്ടില്. ഇത് ദീൻ കുറെ പഠിക്കുന്നുണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരാൾ വഴിതെറ്റിപ്പോല. അത് ഹൈറല്ലാതെ അയാൾക്ക് എന്ത് ചെയ്യില്ല. നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ ഏറ്റവും പദവിയിൽ ഏറ്റവും മുകളിലുള്ള വ്യക്തി ഏറ്റവും കൂടുതൽ ഇൽമുള്ള വ്യക്തിയാണ്. പക്ഷെ പ്രശ്നം പറ്റുന്നത് പല ആളുകളും പഠിച്ചിട്ട് തെറ്റിപ്പോകുന്നതും അല്ലെങ്കിൽ പല രൂപത്തിൽ പല കോലത്തിലായി പോകുന്നതും ഒന്നാമത് ആ പഠിക്കുന്ന ശരിയല്ലാത്ത അറിവായതുകൊണ്ടാണ്.
രണ്ടാമത്തത് പഠിപ്പിച്ചു തരുന്ന ആളുകൾ ആരൊക്കെയാണ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അതായത് സലഫുകൾ പറയുന്നുണ്ട്, താബീങ്ങളിൽ സ്വഹാബത്തിൽ നിന്ന് പഠിച്ച അവരുടെ ശിഷ്യന്മാരായ ആളുകൾ പറയാറുണ്ട്, ഇന്ന ഹാദൽ ഇൽമ ദീനു ഫൻളുറു അമ്മൻ തഅഖുദൂന ദീനക്കും. ഈ ഇൽമ എന്നുള്ളത് അത് ദീനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ദീൻ നിങ്ങൾ ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത് നോക്കണം. വെച്ചാൽ കാല അല്ലാഹ് കാല റസൂലുള്ളാഹി പറയുന്ന എല്ലാവരും ഇൽമ സ്വീകരിക്കാൻ പറ്റൂല. കാല അല്ലാഹ് കാല റസൂലുള്ളാഹി പറയുന്ന എല്ലാവരും ഇൽമ സ്വീകരിക്കാൻ പറ്റൂല. ആരിൽ നിന്ന് ഇൽമ സ്വീകരിക്കണം എന്നുള്ളതിന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. ദീൻ പഠിപ്പിച്ചുന്ന ഒരുപാട് നിയമനിർദ്ദേശങ്ങളുണ്ട്. ആ രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മൾ ഇൽമ സ്വീകരിക്കാൻ പാടുള്ളൂ. ഞാൻ ഉദാഹരണത്തിന് 1-2 പോയിന്റുകൾ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാനും എന്റെ സ്വഹാബത്തും എന്ന് പറഞ്ഞ നിലപാട്. ആ നിലപാടിനെതിരായി ഒരാൾ എന്ത് ചെയ്യാണ്? ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരാളിന് എന്ത് ചെയ്യാൻ പാടില്ല? ഇൽമ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ ഒരാളിൽ നിന്ന് ഇൽമ സ്വീകരിക്കാൻ, അയാൾ ഖുർആന്റെ ഒരുപാട് ആയത്തുകൾ ഓതുന്നുണ്ടാവും, ഒരുപാട് ഹദീസുകൾ പറയുന്നുണ്ടാവും. പക്ഷെ ആ നിലപാടിനെതിരാണെങ്കിൽ അയാൾ ഇൽമ സ്വീകരിക്കാൻ പാടില്ല, കേൾക്കാൻ പാടില്ല. പലരും എന്താ പറയാ, അതിപ്പോ അയാൾ നല്ലതല്ലേ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ കേട്ട് നോക്കുന്നേ ഉള്ളൂ, അയാൾ എന്തെങ്കിലും മോശം പറയുന്നുണ്ടെങ്കിൽ നല്ലത് ഞാൻ എടുക്കും, മോശം ഞാൻ എന്ത് ചെയ്യാ ഒഴിവാക്കുക എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ദീനാണ്. ഈ ദീൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കളിക്കരുത്. ഈ ദീൻ വെച്ച് നമ്മൾ കളിക്കരുത്. നമ്മളിപ്പോ ഉദാഹരണത്തിന് നമ്മുടെ ശരീരം വെച്ച് നമ്മൾ കളിക്കൂല, കാരണം നമുക്കതിന്റെ വില അറിയാം. നമ്മുടെ കണ്ണിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു വിചാരിക്കാം, അത് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് വിചാരിക്കാം. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഏതെങ്കിലും ഒരാൾ അയാൾ പഠിച്ചു എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്, വാദിക്കുന്നുണ്ട്, പക്ഷെ അയാൾ എവിടെ പഠിച്ചതെന്നും കൃത്യമായിട്ടൊരു രേഖയോ കാര്യങ്ങളൊന്നുമില്ല. അയാളെടുക്കൽ കുറെ മുറിക്കാനും വെട്ടാനും തുന്നാനൊക്കെ ഉള്ള കുറെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇയാളുടെ മുന്നിൽ കടന്നു കൊടുക്കുകയാണ്, എന്റെ കണ്ണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള ഉപകരണങ്ങളൊക്കെ വെച്ച് ഒന്ന് കീറി മുറിച്ചൊന്ന് ക്ലിയർ, അതിനുള്ള ക്ലിയർ ആക്കി തരണം എന്ന് പറഞ്ഞ് നമ്മൾ മുന്നിൽ കടന്നു കൊടുക്കൂലല്ലോ. ആരെങ്കിലും കടന്നു കൊടുക്കൂല. കാരണം നഷ്ടപ്പെട്ടാൽ നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ ശരീരം. ഇതുപോലെ തന്നെയാണ് എന്ത്, സഹാബത്തിന്റെ നിലപാടുകൾ സ്വീകരിക്കാത്ത ആളുകൾക്ക് അവരുടെ സംസാരങ്ങൾക്ക് ചെവി കൊടുക്കുന്നത് പോലെ വലിയ അപകടമാണ്. നമുക്ക് കൃത്യമായ ഉറപ്പുണ്ട്, ഒരാൾ സഹാബത്തിന്റെ നിലപാടുകൾക്ക് എതിരായിട്ടൊന്നും അയാൾ ദഅവത്ത് ചെയ്യുന്നില്ല, അയാൾ സംസാരിക്കുന്നില്ല. അങ്ങനെ ഉറപ്പുള്ള ഒരാളുടെ സംസാരമേ നമ്മൾ കേൾക്കാവൂ, അല്ലാത്ത ആളുടെ സംസാരം നമ്മൾ കേൾക്കരുത്. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ആളുകൾക്ക് വന്നവനും പോകുന്നില്ല, വഴി കൂടെ പോകുന്നവനൊക്കെ ദീനെ പറ്റി സംസാരിക്കുക. ഒന്ന് പഠിക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയേ ഒന്നും ഉണ്ടാവില്ല. ആർക്കും എന്ത് വിഷയത്തിൽ, ഇപ്പോ ഉദാഹരണത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരാൾ എന്ത് ചെയ്യണം, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്, ഞാനിപ്പോ എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ വന്നിട്ട് ഒരാൾ ഒരു എഞ്ചിനീയർ ഒരു കാര്യം അതിന്റെ വിഷയങ്ങളും പ്ലാനുകളും മറ്റു കാര്യങ്ങളും സംസാരിച്ച് ഞാൻ വന്നിട്ട് അത് ശരിയല്ല, ഇങ്ങനെയല്ല പ്ലാൻ, ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ എന്താ ഉടനെ തന്നെ ചോദിക്കുക, നീ അത് പറയാൻ നീ ആരാ ചോദിക്കും, നീ ഏതെങ്കിലും എഞ്ചിനീയർ ആണോ, ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചാണോ എന്ന് ചോദിക്കും. ഇതേപോലെ തന്നെ മെഡിസിൻ അങ്ങനെ തന്നെ, ഓരോ വിഷയത്തിൽ അങ്ങനെ തന്നെ. ഇതിലൊക്കെ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് ഹാലളകും, നീ ആരത് പറയാൻ ചോദിക്കും. ദീന്റെ വിഷയത്തിൽ അങ്ങനത്തെ ഒരു വിഷയമല്ല. ഏതവനും എന്തും തോന്നിയതൊക്കെ പറയാം ദീന്റെ വിഷയത്തിൽ, ആർക്കും ഒരു പ്രശ്നമില്ല. ഇതൊക്കെ കേൾക്കാൻ കുറെ ആൾക്കാർ. അത് അള്ളാഹുവിന്റെ ദീനാണ്. ഈ ദീൻ എങ്ങനെ അവതരിപ്പിക്കപ്പെട്ടുവോ അങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു നിയമമാക്കി, അള്ളാഹു കരാർ ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ്. അറിവുള്ള ആളുകളോട് തുബയ്യിനുന്നഹു ലിന്നാസ് വലാ തക്തുമൂന, അത് പറഞ്ഞു കൊടുക്കണം, അങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം, മറച്ചു വെക്കാൻ പാടില്ല എന്നുള്ളത് അള്ളാഹു വാങ്ങിച്ച കരാറാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു കരാറ് പാലിക്കുന്ന സ്വഹാബത്തിന്റെ നിലപാടുകൾക്ക് എതിരാവാത്ത, അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കാത്ത ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളുടെ സംസാരമേ, എഴുത്തുകളെ, പുസ്തകങ്ങളെ വായിക്കാവൂ, കേൾക്കാവൂ.
അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ഒരു സമ്പത്ത് ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം അല്ലേ? സലഫിയത്തിലായിക്കൊണ്ട് തന്നെ മരണപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ഉദാഹരണത്തിന് നമ്മുടെ കയ്യിലൊരു വലിയൊരു സമ്പത്ത് അല്ലെങ്കിൽ വിലപിടിപ്പുള്ളൊരു സാധനമുണ്ട്. ഇതും കൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരുപാട് കൊള്ളക്കാരും അല്ലെങ്കിൽ പിടിച്ചുപറിക്കാരും ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉണ്ട് എന്ന് അതുകൊണ്ട് കുപ്രസിദ്ധി ആർജിച്ച ഒരു വഴിയിൽ നമ്മൾ ഒരിക്കലും പ്രവേശിക്കൂല. കാരണം അഥവാ അവർ മുന്നിൽ പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടും. ഇങ്ങനൊരു ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വഴി കയറൂല. ഇതുപോലെ വലിയ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് നമ്മുടെ ദീൻ എന്ന സമ്പത്ത് നഷ്ടപ്പെടാൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് ചെവി കൊടുക്കാന്നുള്ളത്. ഒരിക്കലും പാടില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് സ്വഹാബത്തിന്റെ നിലപാടുകൾ എന്ന് പഠിക്കേണ്ടി വരും. അതെ, പഠിക്കണം. നമുക്കത് പഠിക്കാതെ വേറെ നിവൃത്തിയില്ല. നമുക്ക് ആരെന്നാണ് ഇൽമു സ്വീകരിക്കുന്നത് മനസ്സിലാക്കാനും നമ്മൾ മരണം വരെ ഏതൊക്കെ നിലപാടുകളാണ് സ്വീകരിക്കേണ്ടതെന്ന് മനസ്സിലാക്കാനും നമുക്ക് നരകത്തിന് രക്ഷപ്പെടാനൊക്കെ എന്ത് വേണം, ആ നിലപാടുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം. അത് നമുക്ക് എല്ലാ നിലപാടുകളും ഓരോന്നോരോന്നായി വിശദീകരിക്കാനുള്ള പ്രാക്ടിക്കലല്ല. കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഉദാഹരണങ്ങൾ പോലെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം.